ചില യാത്രകളിൽ നമുക്കിതുപോലുള്ള കുറച്ച് കച്ചവടക്കാരെ കാണാം. ഒരുപാട് വൈഡായിട്ടൊന്നും ഇല്ലാതെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച്. ഇത് ഞാനും മകനും കൂടെ പോകുന്ന വഴി കണ്ടൊരു തട്ടുകട കച്ചവടമാണ്. അപ്പോൾ മകന് വേണ്ടി മുട്ടായി കുറേ എടുക്കാൻ ശ്രമിച്ചു. ഇതൊരു വയലോരം സ്ഥിതി ചെയ്യുന്നൊരു തട്ടുകടയാണ്. അത്യാവശ്യം പരിപ്പ് വടയും ചായയും ചിപ്സ് ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. ഉപ്പിലിട്ടതൊക്കെ നല്ല രസമായി ഈ ഒരു ആംബിയൻസ് കഴിക്കാൻ. ചിപ്സുകളൊക്കെ ഉണ്ട്. കാണുന്ന കണ്ണാടിക്കൂട്ടിൽ കുറച്ച് പരിപ്പ് വട ഉണ്ടെങ്കിലും പിന്നെയും പരിപ്പ് വട ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് എണ്ണമൊന്നുമില്ല. കുറച്ച് നിശ്ചിത ആളുകൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. ഈ ഒരു റോഡും മുൻവശത്തൊരു വയലും ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ കാണാം. ഇതിപ്പോൾ തട്ടുകടയാണ്. അല്ലാതെ ചില സ്ഥലങ്ങളിൽ ഉണക്കമീൻ, നാടൻ മുട്ട, കപ്പ, അച്ചാർ അതുമാത്രം വെച്ച് കച്ചവടം ചെയ്യുന്ന കുറച്ച് പേരെ കാണാം. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് വിലപേശലൊന്നും വേണ്ടാതെ അത്യാവശ്യം ഒരു മാന്യമായ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ആ ഫ്രൈ ചെയ്ത ഒരു പരിപ്പ് വട എനിക്ക് എടുത്തു തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പരിപ്പ് വട. മഴക്കാലം പരിപ്പ് വട. ചില സ്ഥലങ്ങളിൽ ഈ പച്ചക്കറി ഐറ്റംസ് ചീര അതൊക്കെ വെക്കുന്നതാണ്. മോനും ഒരുപാട് എൻജോയ് ചെയ്തു. അവന് വേണ്ട കുറച്ച് സാധനങ്ങളും മുട്ടായികളൊക്കെ അവനെടുത്ത് ഞാൻ കുറച്ച് പരിപ്പ് വട പാർസലൊക്കെ വാങ്ങി. കുറച്ച് നേരം ഈ വയൽക്കാറ്റൊക്കെ കൊണ്ട് ഉപ്പിലിട്ടതൊക്കെ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വാങ്ങിച്ചില്ല. കാരണം ഉപ്പിലിട്ടതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഫ്രൈകളാണ് ഇഷ്ടം. പരിപ്പ് വടയൊക്കെ കഴിച്ച് മോനും പരിപ്പ് വട ആണെന്ന് ട്രൈ ചെയ്തു. അത്യാവശ്യം സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച് മോനും സൂപ്പറാന്ന് പറയുന്നൊരു ആക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവനോട് പ്രത്യേകം പറയുന്നുണ്ട്, ഇനിയാണ് പരിപ്പ് വടേൻ്റെ ആൾ. കാരണം പല്ലില്ലാത്ത ഇനിയടക്കം പരിപ്പ് വട ആസ്വദിച്ച് കഴിക്കുന്നതുണ്ടല്ലേ. അപ്പോൾ അത്രയും സോഫ്റ്റാണ് പരിപ്പ് വട. പരിപ്പ് വട എന്ന് പറഞ്ഞ ഇതാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ ഈ ചെറിയ ചെറിയ കച്ചവടക്കാർ കാണുമ്പോൾ ഞാൻ മിസ്സാക്കലില്ല. സമയമുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇത് നമ്മുടെ സ്വന്തം കാലത്തായാണ്. ഇവിടെയും കണ്ട് കുറച്ച് കച്ചവടക്കാരൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ്. പിന്നെ ഇപ്പോൾ ഏത് ഷോപ്പിൽ പോയാലും ഗൂഗിൾ പേൻ്റെ സ്കാനറൊക്കെ ഉണ്ടാവും. എത്ര കൊച്ചു കടയാന്ന് പറഞ്ഞാലും ഹൈടെക്. ഇതൊന്നില്ലെങ്കിൽ പിന്നെ കാശ് എല്ലാവരും ഇപ്പം കീശയിലിട്ട് നടക്കുന്നില്ലല്ലോ. ഇത്രയും സമയം വീഡിയോ കണ്ടവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പരിപ്പ് വടകൾ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കട്ടെ. ആളുകളൊക്കെ വന്ന്